ഫെബ്രുവരി 12 തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ ആനിയനിലെ വിശുദ്ധ ബെനഡിക്റ്റ്. ജീവിതകാലം 750 മുതൽ 821 വരെ. ലാംഗുവെഡോക്കിലെ ഗവർണർ ആംഗൽഫിൻ്റെ മകനാണ് ബെനഡിക്റ്റ്. പെപ്പിൻ്റെയും കാരൽമാൻ്റെയും കൊട്ടാരങ്ങളിൽ സുഖങ്ങൾ കുട്ടിക്കാലത്ത് അവൻ ആസ്വദിച്ചെങ്കിലും ലോകാർഭാടങ്ങൾ ഉപേക്ഷിച്ച് പൂർണ്ണഹൃദയത്തോടെ ദൈവരാജ്യത്തെ അന്വേഷിക്കാൻ ഉറച്ച ഭക്ഷണവും നിദ്രയും വെട്ടിക്കുറച്ച് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചും തപോജീവിതം നയിക്കാൻ തുടങ്ങി. 24-ാമത്തെ വയസ്സിൽ സെൻസീൻ ആശുപത്രിയിൽ താമസിക്കുമ്പോൾ അപ്പവും വെള്ളവും കൊണ്ട് സംതൃപ്തനായി. നിലത്താണ് കിടന്നുറങ്ങിയിരുന്നത്. രാത്രി ദീർഘസമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. എളിയ ജോലികൾ ചെയ്തു വന്നു. നിന്ദനങ്ങൾ സന്തോഷത്തോടെ സഹിച്ചു. സ്വയം നിശ്ചയിച്ചിരുന്ന പ്രായശ്ചിത്തങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാതെ വിശുദ്ധ പക്കോമിയൂസിൻ്റെയും ബെസീയോസിൻ്റെയും നിയമങ്ങൾ കൂടി അനുഷ്ഠിച്ചു പോന്നു. ദരിദ്രരെയും അഗതികളെയും അതീവ ശ്രദ്ധയോടെ ശുശ്രൂഷിച്ചിരുന്നു. 780-ൽ ആനിയയിലെ ആബട്ട് മരിച്ചപ്പോൾ അന്തേവാസികൾ ബെനഡിക്റ്റിനെ ആബട്ടായി തെരഞ്ഞെടുക്കുവാൻ ഉദ്യമിച്ചു. ഉടനടി അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങി. അതീവ ദാരിദ്ര്യത്തിലും അനുസൃതിയുമായ പ്രാർത്ഥനയിലും ജീവിച്ചു. വിശുദ്ധനായ വിദ്വാൻമാർ ഉൾപ്പെടെ പലരും അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടിരുന്നു. സ്വന്തം അധ്വാനം കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പവും വെള്ളവും മാത്രമായിരുന്നു ഭക്ഷണം. ഞായറാഴ്ചകളിലും തിരുനാളുകളിലും കുറച്ചു മാത്രം പാലും വീഞ്ഞും കുടിച്ചിരുന്നു. സുപ്പീരിയറോടും മറ്റ് സന്യാസിമാരോടുമൊപ്പം കൃഷിപ്പണികൾ ചെയ്തിരുന്നു. അക്കാലത്ത് ഉർജലിലെ ബിഷപ്പ് ഫെലിക്സ് ഈശോ ദൈവമല്ലെന്നും ദൈവത്തിൻ്റെ ദത്തുപുത്രൻ മാത്രമാണെന്നും പ്രസ്താവിച്ചു. ബെനഡിക്റ്റ് അദ്ദേഹത്തെ നഖശിഖാന്തം എതിർക്കുകയും സത്യം സ്ഥാപിക്കുകയും ചെയ്തു. എല്ലാ സന്യാസ സഭകളിലും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ നിയമാവലി അനുസരിക്കണമെന്ന് കാർമൻ ചക്രവർത്തി ഒരു നിയമമുണ്ടാക്കി. അത് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ നിശ്ചയിച്ചത് വിശുദ്ധ ബെനഡിക്റ്റിനെയാണ്. പാശ്ചാത്യ സന്യാസത്തെ ക്രമപ്പെടുത്താൻ അധ്വാനത്തിൽ ക്ഷീണിതനായി ബെനഡിക്റ്റ് 821 ഫെബ്രുവരി 11 ദിവഗതനാവുകയും ചെയ്തു. നിയമത്തിൽ ചൈതന്യം ഗ്രഹിച്ച് വ്യാപിക്കാൻ ബെനഡിക്റ്റ് പ്രദർശിപ്പിച്ച തീക്ഷ്ണത ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശം വ്യക്തമാക്കുന്നുണ്ട്. നിയമവാഴ്ചയെ പുച്ഛിക്കുന്നവർ വിശുദ്ധ ബെനഡിക്റ്റിനെ പോലെയുള്ളവരുടെ ചിന്താഗതി മനസ്സിലാക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. വിചിന്തനം. സകലത്തിൻ്റെയും നാഥനായ ഈശോ, എൻ്റെ ഹൃദയം അങ്ങ് കാണുന്നു, എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങ് അറിയുന്നു. എനിക്കുള്ള സമസ്തവും അങ്ങയുടേതാണ്. ഞാൻ അങ്ങയുടെ ആടാണ്. പിശാചിനെ ജയിക്കാൻ എനിക്ക് ശക്തി നൽകുക.